Okay, listen. We construct houses. These people work together to build a house. Right? Who they are. ഇതെന്താണ് നമ്മുടെ വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ? നമുക്കറിയാം, നമുക്ക് ഹൗസസ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? കുറേ ആൾക്കാരുടെ ഹെൽപ്പ് വേണം. അപ്പോൾ ദീസ് പീപ്പിൾ വർക്ക് ടുഗദർ ടു ബിൽഡ് എ ഹൗസ്. ഈ ആളുകളൊക്കെ ഒന്നിച്ചു കൂടിയാലാണ് എന്ത് ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നാണ് പറയുന്നത്. ഏതൊക്കെ ആളുകളാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആരോൺ. നമ്പർ 1 വായിച്ചേ. ആ ഡിസ്ക്രിപ്ഷൻ വായിക്കുക, ആളുടെ പേര് പറയാം. ഓക്കെ. I make switches to bulb houses. Build houses. I am a engineer. എഞ്ചിനീയർ എന്നാണോ എല്ലാവരും എഴുതിയിട്ടുള്ളത്? യെസ്, എഞ്ചിനീയർ ഓർ നമുക്ക് എന്ത് പറയാം? കുറച്ചുകൂടെ ആർക്കിടെക്ട് എന്ന് പറയാം അല്ലേ? അതാണ് ഇത്തിരി കൂടി സ്യൂട്ടബിൾ ആവുക. എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള മേഖലകളിലുണ്ട് എഞ്ചിനീയേഴ്സ്. പക്ഷെ ആർക്കിടെക്ട് എന്ന് നമുക്ക് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ട് ആർക്കിടെക്ട് എന്ന് പറയാം. ഓക്കെ, സോ അവിടെ ആർക്കിടെക്ട് എന്ന് എഴുതുക. ARCHITECT. ആർക്കിടെക്ട് എന്ന് എഴുതിയവർ ആരെങ്കിലും ഉണ്ടോ? സൂര്യദേവ് എഴുതിയിട്ടുണ്ടോ? ഓക്കെ. എഞ്ചിനീയേഴ്സ് എബിൻ എഴുതിയിട്ടുണ്ട്, അശ്വിൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് ഫീൽഡിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട് അല്ലേ? പല ഫീൽഡിലും ഉണ്ട്. പക്ഷെ ഇവിടെ എന്താണ്? ഐ മേക്ക് സ്കെച്ചസ് ടു ബിൽഡ് ഹൗസസ്. ഐ എം എൻ ആർക്കിടെക്ട് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ട് ഉണ്ടാവുക. ആർക്കിടെക്ട്, ARCHITECT, ആർക്കിടെക്ട്. എഴുതിയോ ആൻഡ്രോസ്? എഴുതിയില്ലേ മോളെ? എഴുതിയില്ലേ? എഞ്ചിനീയർ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ആർക്കിടെക്ട് എന്നാക്കുക. അല്ല, ചെയ്തോ? യെസ്. Then second one, Fedrin, read the second description and say who is that. I fix plums, stitches and lights. I am an electrician. Okay, I am an electrician. എഴുതിയിട്ടുണ്ടോ? Electrician. Okay, good. എല്ലാവരും എഴുതിയിട്ടുണ്ടോ? എബിൻ, അശ്വിൻ, ആദിദേവ് ചെയ്തിട്ടുണ്ടോ മോനെ? യെസ്. I fix plugs, switches and lights. I am an electrician. Okay, first one, I make sketches to build houses. I am an architect. വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീടിന്റെ പ്ലാൻ ഒക്കെ റെഡിയാക്കുന്നത് ഞാനാണ്. ഞാനൊരു ആർക്കിടെക്റ്റ് ആണ്. And then second, I fix plugs, switches and lights. I am an electrician. Okay, എഴുതിയിട്ടില്ലേ കൃപ? ചെയ്തിട്ടില്ലേ കൃപ? Okay, then. Okay, third. I make furniture from wood. I am a carpenter. Okay, I make furniture from wood. I am a carpenter. എന്താണ്? മരങ്ങൾ കൊണ്ട് ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഞാനാണ്. സോ ഞാൻ ഒരു കാർപ്പൻറ്റർ ആണ്. ഓക്കെ, എഴുതിയിട്ടുണ്ടോ? കറക്റ്റ് ആണോ എല്ലാവരും എഴുതിയത്? കറക്റ്റ് അല്ലാത്തവർ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണേ. ഓക്കെ, I make furniture from wood. I am a carpenter. Okay, then fourth, Devanjana. I build the pillars and walls. I am a masonry. I am a എന്താണ് ആൻസർ എഴുതിയിട്ടുള്ളത് മോളെ ദേവാഞ്ജന? എന്താണ്?
എന്താണ് സ്പെല്ലിംഗ് മോളെ എഴുതിയിട്ടുള്ളതിന്റെ സ്പെല്ലിംഗ് ഒന്ന് വായിച്ചേ. MASON. Okay, listen here. I built the pillars and walls. I am a mason എന്നാണ് പറയാ. MASON. നമ്മുടെ നാട്ടിൽ എന്താണ് മേസ്തിരി പണി എന്ന് നമ്മൾ പറയാറില്ലേ, അതിനാണ് മേസൺ എന്ന് പറയാ. MASON. ഓക്കെ, മേസൺ എന്നാണ് കേട്ടോ. എഴുതിയിട്ടില്ലേ എല്ലാവരും അത് കറക്റ്റ് ആയിട്ട്? എഴുതിയിട്ടുണ്ടല്ലോ. Then fifth, Seba, fifth. I feed water pipes and taps. I am a piper. I am a? Piper. I can't hear you. I am a? Piper. Piper എന്നാണോ പറഞ്ഞത്? പൈപ്പർ എന്നൊരു വേർഡ് ഉണ്ടോ? എവിടെ നോക്കിയാണ് എഴുതിയത് സെബ? എവിടെ നിന്നാണ് ആൻസർ കിട്ടിയത്? Don't laugh. Answer me. എവിടെ നിന്നാണ് ആൻസർ കിട്ടിയത് സെബ? Where did you get the answer? Answer me. നമ്മുടെ വീട്ടിൽ പൈപ്പും ടാപ്പും ഒക്കെ ഫിറ്റ് ചെയ്യുന്ന ആളെ നമ്മൾ പൈപ്പർ എന്നാണോ പറയാറ്? ആണോ സെബ? Say yes or no. No. പിന്നെ എവിടെ നിന്നാണ് പൈപ്പർ എന്നുള്ള ആൻസർ കിട്ടിയത്? Where did you get the answer? Answer me. എവിടെ നിന്നാണ് ആൻസർ കിട്ടിയത്? എന്തെങ്കിലും ഒന്ന് പറയൂ സെബ, എവിടെ നിന്നാണ് കിട്ടിയത്? ആരാണ് ഹെൽപ്പ് ചെയ്തത്? പിന്നെ പൈപ്പർ എന്ന് സ്വന്തം എഴുതിയതാണോ? അതിന് മുമ്പിലുള്ളതെല്ലാം എഴുതിയിട്ടുണ്ടോ കറക്റ്റ് ആയിട്ട്? ഓക്കെ, then ദേവപ്രിയ, എന്താണ് മോളെ ആൻസർ? Plumber. Plumber. Okay. I fit water pipes and taps. I am a plumber. അവരെ നമ്മൾ plumber എന്നാണ് പറയാ. Okay. Plumber. I fit water pipes and taps. I am a plumber. Okay. Then sixth one. Abdul Basit, sixth one. I paint the house. I am a painter. Yes, I paint the house. I am a painter. അല്ലേ? നമുക്കറിയാം, നമുക്കൊരു വീട് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇവരുടെ എല്ലാം ഹെൽപ്പ് വേണം അല്ലേ? എല്ലാവരുടെയും ഹെൽപ്പ് വേണം. വീടിന് ഒരുപാട് പണികൾ പൂർത്തിയാക്കാൻ വേണ്ടിയുണ്ട്. സോ അപ്പോൾ എന്താണ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം അല്ലേ? നമ്മുടെ വീടിന്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം മുതൽ ഈ ഓരോ ഫീൽഡിലുള്ള ആൾക്കാരുടെയും ഹെൽപ്പ് നമുക്ക് വേണം. ഇവരൊക്കെ ടുഗദർ ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? നോക്കാം. ലിസൺ, എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കുക. ഫസ്റ്റ് വൺ എന്താണ് അബ്ദുൾ ബാസിത്ത്? എന്താണ് മോനെ? ഫോർത്ത് ആണോ? ഫോർത്ത് വൺ ആണോ? ഓക്കെ, ലിസൺ, ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൺ, I make sketches to build a house. I am an architect. എഴുതിയിട്ടുണ്ടല്ലോ, architect. Then I fix plugs, switches and lights. I am an electrician.
electrician. Second one. Then third one. I make furniture from wood. I am a carpenter. Okay. Then I build the pillars and walls. I am a mason. M-A-S-O-N. Mason. Then I feed water pipes and taps. I am a plumber. Plumber. Correct chedo Seba? Yes. Then sixth. I paint the house. I am a painter. Clear? First one, architect. Second one, electrician. Third one, carpenter, mason, plumber, and painter. Okay. Then, next page. Next page. Okay, architect in the spelling ano? Alna. A-R-C-H-I-T-E-C-T. A-R-C-H-I-T-E-C-T. Okay. Okay, then take the next page and largest, highest, longest, and coldest. Write the names of these geographical biggies. Choose from the box. ഇവിടെ എന്താണ് ജിയോഗ്രഫിക്കലി ഉള്ള കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെയൊക്കെ പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള നമ്മുടെ പ്രകൃതിയിലെ കുറെ എന്താണ് മൗണ്ടെയിൻ ഉണ്ട്, വാട്ടർഫോൾസ് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പേരും ഒരു ബോക്സിൽ ഇതിൻ്റെയൊക്കെ പേരും ഏകദേശം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും ഹയസ്റ്റ്, ലാർജസ്റ്റ്, ലോങ്ങസ്റ്റ്, കോൾഡസ്റ്റ് എന്നിങ്ങനെയാണ് അതിൻ്റെ ഹെഡിങ് അല്ലേ? ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള ഏതാണ്? കോണ്ടിനെന്റ് ചോദിക്കുന്നുണ്ട് അല്ലേ? ഹയസ്റ്റ് ആയിട്ടുള്ള വാട്ടർഫാൾ ഏതാണ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ദ മോസ്റ്റ് ഹയസ്റ്റ് വാട്ടർഫോൾ, ഏറ്റവും ഉയരമുള്ള വാട്ടർഫോൾ ഏതാണ്? ദെൻ സെക്കൻഡ്, കോൾഡസ്റ്റ് കോണ്ടിനെന്റ് ഏതാണ്? തേർഡ്, ലാർജസ്റ്റ് ഐലൻഡ് ഏതാണ്? ഫോർത്ത്, ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഏതാണ്? ഫിഫ്ത്ത്, ലാർജസ്റ്റ് ഡെസേർട്ട് ഏത്? സിക്സ്ത്, ലോങ്ങസ്റ്റ് റിവർ. And seventh, largest and deepest ocean. Eighth, highest mountain peak. Nine, largest lake. Okay, ഇതൊക്കെ ഏതാണ് എന്ന് നമ്മൾ ഇതിൽ നിന്ന് ഫൗണ്ട് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ ഒക്കെ പേര് അവിടെ ഒരു ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് വാട്ടർഫോൾ ഏതാണ്, ഏതാണ് കോൾഡസ്റ്റ് കോണ്ടിനെന്റ് ഏതാണ് എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് ഫൗണ്ട് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ള നെയിംസ് ഒക്കെ ഒന്ന് വായിച്ച സൂര്യദേവ്. അവിടെ ബോക്സിൽ കുറെ നെയിംസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? Greenland, Antarctica, Mount Everest, Pacific. Okay. And which is the highest waterfall from these? Who knows? Which is the highest waterfalls? ഏതാണ്? ആദിദേവ്. ആദിദേവ് ആണ് ആദ്യം കൈ. ഏതാണ്? Okay. Salto Angel Falls. Le, Salto Angel Waterfalls is the highest waterfalls. Okay. ഏറ്റവും ഉയരമുള്ള വാട്ടർഫോൾസ് ഏതാണ്? സാൾട്ടോ ഏഞ്ചൽ വാട്ടർഫോൾസ് ആണ്. ഓക്കെ, എഴുതിയിട്ടുണ്ടോ എല്ലാവരും കറക്റ്റ് ആയിട്ട്? എഴുതാത്തവർ എന്ത് ചെയ്യുക? ഇപ്പൊ അവിടെ എഴുതുക, സാൾട്ടോ ഏഞ്ചൽ വാട്ടർഫോൾ. ഓക്കെ, സാൾട്ടോ ഏഞ്ചൽ സ്പെല്ലിംഗ് ഒക്കെ നോക്കി കറക്റ്റ് തെറ്റാതെ എഴുതുക. സാൾട്ടോ ഏഞ്ചൽ വാട്ടർഫോൾ. ആൻഡ് ദ സെക്കൻഡ്, ദ coldest continent, the most coldest continent. Do you get it, Sridev? Do you get the answer? No. Okay, then. Okay, Suryadev.
Yeah, Antarctica. We know that Antarctica is the most coldest continent, അല്ലേ? വളരെ തണുപ്പുള്ള സ്ഥലമാണല്ലേ Antarctica. It's a very easy question. Which is the coldest continent? That is Antarctica. Antarctica. അവിടെ നോക്കുക, അന്റാർട്ടിക്കയുടെ പിക്ചേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അന്റാർട്ടിക്കയിൽ എന്താണ്? വളരെ കോൾഡസ്റ്റ് ആണ് അവിടെ. എപ്പോഴും ഭയങ്കര തണുപ്പാണ് അല്ലേ? Okay, second Antarctica. Then third, largest island. Which is the largest island? Who get the answer? Nobody get it? Okay, Adidev. Greenland. Greenland. Okay, and Rosinum കിട്ടിയിരുന്നു അല്ലേ മോളെ? കൈ ഉയർത്തിയത് മിസ് കണ്ടില്ല. I'm sorry. Then largest island Greenland ആണ്. Okay, Greenland. Greenland. സ്പെല്ലിംഗ് കറക്റ്റ് എഴുതണേ, തെറ്റരുത്. അൽന കിട്ടിയിരുന്നു അൽന? ഓക്കെ. ക്രിസ്റ്റി എഴുതിയോ മോനെ? യെസ്. ഓക്കെ. ദെൻ ഫോർത്ത് നോക്കാം അല്ലേ? എഴുതിയില്ലേ? തേർഡ് വൺ എഴുതിയില്ലേ? ഗ്രീൻലാൻഡ്. ആൻഡ് ഫോർത്ത്, largest continent. That's very easy one. Which is the largest continent? Okay, Alna. Asia. Asia. We know that. Largest continent is our continent, Asia. Continents and oceans പഠിച്ചത് നിങ്ങളാണോ ഫസ്റ്റ് സെമ്മില്? നിങ്ങൾക്കാണോ അല്ല തേർഡ് ക്ലാസ്സിനാണോ ഉണ്ടായിരുന്നത്? തേർഡ് ക്ലാസ്സിനാണെന്ന് തോന്നുന്നു. The largest continent is Asia. Asia. Then Christy, എന്താണ് മോനെ? Asia. Asia. Okay. Asia. Largest continent is Asia. Then fifth one, largest desert. Largest desert. Okay, Anne. Sahara. Sahara. We know Sahara അല്ലേ? നമുക്കറിയാം സഹാറ മരുഭൂമി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ. സഹാറയാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഡെസേർട്ട് അല്ലേ? സഹാറ. Then sixth one, the longest river. Longest river. Nila. Which? Nila. That is Nila or Nile? നില എന്നാണോ അവിടെ ഉള്ളത്? നൈൽ എന്നാണോ ഉള്ളത്? Nile. ആ, നൈൽ. നൈൽ is the longest river. Okay. നൈൽ. N-I-L-E എന്നാണ് ഉള്ളത്. നൈൽ. And then seventh one, largest and deepest ocean. Which is the largest and deepest ocean? Paisaf. എന്താണ്? Paisaf. അങ്ങനെയാണോ അത് പ്രൊനൗൺസ് ചെയ്യാ? എന്താണ് അഷിൻ? Largest and deepest ocean. മൗണ്ട് എവറസ്റ്റ് ഒരു ഓഷ്യൻ ആണോടാ? മൗണ്ട് എവറസ്റ്റ് എന്താണ്?
ആണോ അശ്വിൻ? ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷ്യൻ. ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷ്യൻ ഈസ് മൗണ്ട് എവറസ്റ്റ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. Then Devanjana. Caspian Sea. Caspian Sea. No. നമ്മുടെ ക്രിസ്റ്റീസിൻഡോ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, പക്ഷെ കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്തില്ല എന്നേ ഉള്ളൂ. ഏതാണ് കൃപ? പസഫിക്. പസഫിക് ഓഷ്യൻ. ഓക്കെ, പസഫിക് എന്നാണ് കേട്ടോ ക്രിസ്റ്റി. കാസ്പിയൻ സീയും മൗണ്ട് എവറസ്റ്റും ഒന്നല്ല. ദ ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷ്യൻ, ഓക്കെ, ഈസ് പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യൻ. Then the eighth, the highest mountain peak. The highest mountain peak. ഏതാണ് എബിൻ? The highest mountain peak. Mount Everest. Yeah, Mount Everest. Mount Everest. കേട്ടോ അശ്വിൻ? 8th ആണ് Mount Everest. Highest mountain peak is Mount Everest. And then 9th one and the last one. Largest lake. The most largest lake is okay, Devanjana. Yeah, that is Caspian Sea. The last one, Caspian Sea. Okay. The first one is highest waterfall is Salto Angel is the highest waterfall. And the second, the coldest continent, the most coldest continent is Antarctica. And the third one, largest island is Greenland. The largest island is Greenland. And the fourth one, the largest continent is our continent, that is Asia. We live in Asia, you know that Asia is our continent, so it is the largest continent. And then fifth, the largest desert is Sahara. Sahara Marubhumi. Do you heard about Sahara? Sahara Marubhumiye kurichu chelappo kettundavum alle. Then sixth one, the longest river. The longest river is Nile Nadi. Okay, the longest river. Then seventh, largest and deepest ocean is Pacific Ocean. Pacific Ocean. The largest and deepest ocean is Pacific Ocean. And the eighth, highest mountain peak is Mount Everest. The highest mountain peak is Mount Everest. And the last one, the largest lake. The largest lake is Caspian Sea. Caspian Sea is the largest lake. Okay, clear? Are you finished this? Everybody finish? Okay, then our time is over and the time to wind up our class, and write it on your notebook. Okay, in the notebook like we construct a house in the headline kodukka. These people work together to build a house in the kodukka. Atra matre kodukundu. These people work together to build a house. Write who they are in the These people work together to build a house. I make sketches to build houses. I am an architect. എന്നെഴുതാം. അല്ലെങ്കിൽ ആർക്കിടെക്ട് മേക്ക് സ്കെച്ചസ് ടു ബിൽഡ് ഹൗസസ്. അത്രമാത്രം നിങ്ങൾക്ക് എഴുതാം. അത് നിങ്ങളുടെ ലാംഗ്വേജിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം. വേണമെങ്കിൽ ഇതുപോലെ തന്നെ എഴുതാം. ഐ മേക്ക് സ്കെച്ചസ് ടു ബിൽഡ് ഹൗസസ്. ഐ ആം ആൻ ആർക്കിടെക്ട്. അത്രയും വലിച്ചു നീട്ടണമെന്നില്ല.
ആർക്കിടെക്ട് മേക്ക് സ്കെച്ചസ് ടു ബിൽഡ് ഹൗസസ്. ആർക്കിടെക്റ്റ് ആണ് വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി സ്കെച്ചസ് ഉണ്ടാക്കുന്നത്. ദെൻ ഇലക്ട്രീഷ്യൻ ഫിക്സ് പ്ലഗ്സ് സ്വിച്ചസ് ആൻഡ് ലൈറ്റ്സ്. അങ്ങനെ എഴുതുന്നെങ്കിൽ എഴുതാം, അല്ല ടെക്സ്റ്റിലുള്ളത് പോലെയാണ് എഴുതുന്നതെങ്കിൽ എഴുതാം. അപ്പോൾ ഇത് മാറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഐ എന്നുള്ള അവിടെ എന്ത് എഴുതുക? ഇലക്ട്രീഷ്യൻ ഫിക്സ് പ്ലഗ്സ് സ്വിച്ചസ് ആൻഡ് ലൈറ്റ്സ്. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഒറ്റ സെന്റൻസിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. ഇല്ലെങ്കിൽ കാർപ്പന്റർ മേക്ക് ഫർണിച്ചർ ഫ്രം വുഡ്. മേസൺ ബിൽഡ് ദ പില്ലേഴ്സ് ആൻഡ് വാൾസ്. പ്ലംബർ ഫിറ്റ് വാട്ടർ പൈപ്സ് ആൻഡ് ടാപ്സ്. പെയിന്റർ പെയിന്റ് ദ ഹൗസ്. ഇങ്ങനെ എഴുതാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ഇതിലുള്ളത് പോലെ തന്നെ എഴുതാം. എന്താണ് ദേവാഞ്ജന? മിസ്സേ ഇപ്പം മിസ് ലാസ്റ്റ് ഹൈയസ്റ്റ് ലോങ്സ്റ്റ് കോൾഡസ്റ്റ് പറഞ്ഞ അത് നോട്ട്ബുക്കിൽ എഴുതണം. എഴുതണം. ദെൻ ഇത് ഈ കൺസ്ട്രക്ട് ഹൗസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എഴുതിയല്ലോ. ഓൾ ടുഗദർ എഴുതിയിട്ടുണ്ടോ? ഹൗസ് വിസിറ്റിന് വരുന്നുണ്ട്, അപ്പോ ഉണ്ടെന്ന് പറഞ്ഞവരുടെ ഒക്കെ നോട്ടിൽ ഇത് ഉണ്ടാവണം. ഓക്കെ. ദെൻ ഓൾ ടുഗദർ എഴുതി കഴിഞ്ഞ ശേഷം വി കൺസ്ട്രക്ട് ഹൗസ് എഴുതുക. ദെൻ ലേറ്റർ ലാർജസ്റ്റ് ഹയസ്റ്റ് ലോങ്സ്റ്റ് കോൾഡസ്റ്റ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ഓക്കെ ദേവാഞ്ജന. ഓക്കെ. ദെൻ highest waterfall is Salto Angel waterfalls and the coldest continent is Antarctica. Largest island Greenland. Largest continent Asia. എന്നിങ്ങനെ താഴെ നല്ല നീറ്റ് ആയിട്ട് എഴുതുക. ഓക്കെ. രണ്ടും ചെയ്ത് വെക്കുക നോട്ടിലേക്ക്. കറക്റ്റ് ആയിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക ക്ലാസ് കഴിയുന്ന അന്ന് തന്നെ. Then next page. Take your next page. 212. Take the next page. Given woman power എന്നാണ് അതിന്റെ ഹെഡ്ലൈൻ അല്ലേ? Given below are pictures of some famous Indian women. Write their names. Choose from the box. അപ്പോൾ അറിയാലോ, നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്താണ്? ഇവിടെ കുറെ ഇന്ത്യൻ വുമൻസിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, പേരുകളും കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചേഴ്സ് ആരൊക്കെയാണ്, ഇത് ഏതൊക്കെ ആളുകളാണ് എന്നുള്ളതാണ് എഴുതേണ്ടത്. ബോക്സിൽ അവരുടെ നെയിം ഉണ്ട്, അത് കണ്ടുപിടിച്ചിട്ട് എഴുതുക ആരൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ. ദിസ് യുവർ ഹോംവർക്ക് ഫോർ യുവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. ക്ലിയർ ആയല്ലോ? നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഇത് ഹോംവർക്ക് ആയിട്ടും ചെയ്തിട്ട് വരിക. ഓക്കെ. Then our time is over. Let me wind up. See you in the next class. Okay. Bye. Bye-bye.